പ്രശസ്ത മലയാള ചെറുകഥാകൃത്തും സിനിമാ സംവിധായകനുമായ സുസ്മേഷ് ചന്ദ്രോത്താണ് ഇന്ന് റേഡിയോ സിയുവിൽ ടോക്ക് ഓണിൽ സംസാരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല താരതമ്യ സാഹിത്യ പഠന വകുപ്പിൽ അധ്യാപികയായ ശ്രീകല മുല്ലശ്ശേരിയാണ് കൂടെ ചേരുന്നത്. ഏവർക്കും റേഡിയോ സിയുവിൻ്റെ ടോക്ക് ഓൺ പരമ്പരയിലേക്ക് സ്വാഗതം. നമസ്കാരം. സുസ്മേഷ് ചന്ദ്രോത്ത് മലയാള ചെറുകഥാ സാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലൂടെയാണ് കൂടുതലും ശ്രദ്ധേയനായത്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറയുന്നത് മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവം കുറിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം 44 വർഷത്തിന് ശേഷമാണ് മലയാള സാഹിത്യം അത്തരത്തിലൊരു ബൃഹത്തായ നോവലിനെ അഭിമുഖീകരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയും വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട്. അത് എഴുത്തുകാരൻ ജീവിച്ചിരിക്കെ തന്നെ സിനിമ എടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഒരു സാമൂഹിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എഴുത്തുകാരൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആളുകളിലേക്ക് എത്തുന്നത്. എഴുത്തുകാരൻ ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ജീവിത കഥ സിനിമയാക്കിയ സംവിധായകനാണ് സുസ്മേഷ് ചന്ദ്രോത്ത്. അദ്ദേഹത്തിനെ റേഡിയോ സിയു സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ചെയ്ത സിനിമ നളിനകാന്തി, അത് ടി പത്മനാഭൻ എന്ന എഴുത്തുകാരൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു 1.5 മണിക്കൂർ വരുന്ന ഒരു ഫീച്ചർ ഫിലിമാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ നോവല് വഴിച്ചണ്ട, അത് പേജുകളുടെ എണ്ണമാണ് മാനദണ്ഡമെങ്കിൽ വലിയ നോവലാണ്. 1112 പേജുണ്ട്. അത് മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അതിലെ അവർ അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിലൂടെ കടന്നു പോകുന്ന ഒരു നോവലാണ്. ഇത് രണ്ടുമാണ് ഇപ്പോൾ സമീപകാലത്ത് എടുത്തു പറയാനുള്ളതായ 2 വിശേഷങ്ങൾ. നമ്മൾക്ക് ഈ ഒരു സിനിമയിലേക്ക് വന്നതിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്കുള്ള ഒരു പ്രചോദനം, അതായത് ഇങ്ങനൊരു സിനിമ, അതായത് എഴുത്തുകാരൻ എത്രയോ ചെറുകഥാ കൃത്തുക്കളുണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിൽ. പക്ഷെ എന്തുകൊണ്ട് ടി പത്മനാഭൻ എന്ന കഥാകാരൻ, കഥകളുടെ കുലപതി താങ്കളുടെ ഒരു പ്രമേയമായി? ഈ പറഞ്ഞതിൽ തന്നെ അതിനുള്ള മറുപടി ഉള്ളത്. അതായത് ഇന്ന് മലയാള സാഹിത്യത്തിലെ ഗദ്യകാരന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടയാൾ, ഏറ്റവും മുതിർന്നയാൾ, 96 വയസ്സിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ടി പത്മനാഭൻ. രണ്ടാമത്തെ കാരണം, അദ്ദേഹത്തെ സംബന്ധിച്ചതായ വീഡിയോ ഫുട്ടേജുകളൊന്നും പുറം ലോകത്തിൽ കാണാനില്ല. ടെലിവിഷൻ ചാനലുകൾക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങളോ പ്രസംഗവേദിയിൽ കയറി നിന്നിട്ട് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഫുട്ടേജുകളോ അല്ലാതെ അദ്ദേഹം എവിടെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു, എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതായി യാതൊന്നുമില്ല. എന്നാൽ മലയാളത്തിലെ മറ്റെഴുത്തുകാർക്ക് ആ ഭാഗ്യം യഥേഷ്ടം കിട്ടിയിട്ടുണ്ട്. മിക്ക മുതിർന്ന എഴുത്തുകാരെ സംബന്ധിച്ചും ഡോക്യുമെൻ്ററി സിനിമകളോ അതല്ലാത്ത മട്ടിലുള്ള ടെലിവിഷൻ ഡോക്യുമെൻ്ററികളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ടി പത്മനാഭൻ നിന്നു കൊടുക്കാത്തത് കൊണ്ടും അദ്ദേഹത്തെ സമീപിക്കാൻ പലർക്കും ഭയമുള്ളത് കൊണ്ടും ടി പത്മനാഭനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററികളൊന്നും ഉണ്ടായിട്ടില്ല. PRD ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് അതിന് പുറകിലേക്ക് എത്താനുള്ളൊരു കാരണം. പിന്നെ നമ്മൾ ഏതൊരു പ്രവൃത്തി എടുക്കുമ്പോഴും ആ പ്രവൃത്തിയോട് നമുക്കൊരു ആഭിമുഖ്യം അടുപ്പം ഉണ്ടാവണം. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ഒട്ടേറെ ചേർച്ചകൾ തോന്നിയിട്ടുള്ള ഒരാളാണ് ടി പത്മനാഭൻ. അതൊരു എഴുത്തുകാരെന്നുള്ള നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതം കൊണ്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായ, എനിക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒട്ടേറെ സാമ്യങ്ങൾ, സാദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഒരു മാനസിക അടുപ്പം കൂടി ഈ ജോലി ചെയ്യുന്നതിൽ വന്നിട്ടുണ്ട്. അത് നളിനകാന്തി എന്ന സിനിമയിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പത്മനാഭനെ സമീപിക്കാൻ ഭയം എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാനവികതയുടെ, മനുഷ്യാന്തസ്സിന്റെ ഒക്കെ പ്രതീകങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെ മനുഷ്യർക്ക് സമീപിക്കുക, അപ്പൊ അത്തരത്തിലുള്ളൊരു ആ എലമെന്റിനെ എങ്ങനെയാണ് മറികടന്നത്? മാത്രമല്ല, ഇപ്പോ താങ്കൾ പറഞ്ഞല്ലോ, അതായത് അത്തരത്തിലൊരു സിമിലാരിറ്റി, പല രീതിയിലും സിമിലാരിറ്റി ഞങ്ങൾ കാണാറുണ്ട് എന്നുള്ള. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ്? കാരണം കഥകളിൽ വളരെ മാനവികതയും പുറമെ കുറച്ചൊരു റഫുമായിട്ട് മാറുന്ന സമയത്ത് അതിനെങ്ങനെയാണ് ആ കോൺട്രഡിക്ഷനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്?
ജീവിതവുമായിട്ടുള്ള സാമ്യമൊക്കെ ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. പക്ഷെ അതിനു മുൻപ് അദ്ദേഹത്തെ സമീപിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആവശ്യകത തന്നെയാണ്. ഇങ്ങനെയൊന്നില്ല മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ജീവിച്ച വീടും പരിസരവും എഴുത്തുമേശയും എഴുത്ത് സാഹചര്യങ്ങളും എഴുത്ത് രീതികളും ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ള ആ ആഗ്രഹം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് പോകാൻ ഈ പറഞ്ഞ പോലെ പരിചയക്കുറവും മടിയും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് സമീപിച്ചത്. അപ്പോൾ അവരോടൊക്കെ അദ്ദേഹം താല്പര്യക്കുറവ് പറഞ്ഞു. പിന്നീട് ഞാൻ നേരിട്ട് പോയി പലതവണ ചെന്ന് കണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ അടുക്കാൻ ഭയം മടി എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നുണയാണെന്നുള്ളത് നമ്മൾ അദ്ദേഹമായിട്ട് അടുക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഏറ്റവും സൗമ്യനായിട്ടുള്ള, നർമ്മം നന്നായിട്ട് പറയുന്ന, മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറുന്ന, ഏറ്റവും നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കി ഇടപഴകുന്ന ഒരാളാണ്. പക്ഷേ അതേ ആൾ തന്നെ എന്നാൽ ഒരു മാസ്ക്, ഒരു മുഖം മൂടി അണിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് പക്ഷേ നമ്മൾ നോക്കൂ, ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധേയരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു മാസ്ക് ഉണ്ട്. അത് നമ്മുടെ പൊതുജനത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അവർക്ക് അവരെ സംരക്ഷിച്ച് നിർത്തുന്നതിന് ആ ഒരു കവചം ആവശ്യമാണ്. പക്ഷെ അത് അവരെ മനസ്സിലാക്കിയെടുത്തേക്ക് ചെല്ലുന്ന ആളുകളുടെ മുമ്പിൽ അവരൊരിക്കലും ആ കവചം വെച്ചുകൊണ്ട് ഇടപെടാറില്ല. അത് ടി പത്മനാഭൻ എന്ന് മാത്രമല്ല, ഏതു മേഖലയിൽ പ്രശസ്തരായ ഏതൊരാൾക്കും ഈ ഒരു കാര്യം കവചമുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു എന്താ പറയാ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എന്നുള്ളത് ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് മുൻപേ ഉള്ള സിനിമ പത്മിനി. അതും ഒരു എന്താ പറയാ, ചിത്രകാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പത്മിനിയോട് ആ ഒരു അവരുടെ ഒരു ഇത് കഥയാക്കുക എന്നുള്ളത്, സിനിമയാക്കുക, അത് ആ ജീവിതത്തെ സ്ക്രീനിൽ കാണിക്കുക എന്ന് പറഞ്ഞത്, ഒരു സ്ത്രീ എന്നുള്ള ആ ജീവിതത്തെ എങ്ങനെ ആണ് ഇത്ര മാത്രം ഒരു സിനിമയിലേക്ക് ആവിഷ്കരിക്കാൻ തോന്നിയിട്ടുള്ളത്? ഇത് രണ്ടും ആകസ്മികമായിട്ട് സംഭവിച്ച പ്രോജക്റ്റുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ടി കെ പത്മിനി എന്ന ചിത്രകാരി 1940 ജനിച്ച് 69 മരിച്ചുപോയി. 29ാമത്തെ വയസ്സിൽ ആദ്യത്തെ പ്രസവത്തിൽ മരിച്ചുപോയി. ടി കെ പത്മിനിക്ക് ശേഷം, അതിനു മുൻപും സൗത്ത് ഇന്ത്യയിൽ അത്രയും പ്രതിഭയുള്ള മറ്റൊരു ചിത്രകാരി ഉണ്ടായിട്ടില്ല. അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ചിത്രകാരികൾ എടുത്തു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രതിഭയുണ്ടായിരുന്ന ചിത്രകാരിയായിരുന്നു ഈ 29ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ടി കെ പത്മിനി. പക്ഷെ അവരുടെ ആ വലിപ്പം അത് ദക്ഷിണേന്ത്യയിൽ പോലും കാര്യമായ വിധത്തിലേക്ക് പതിഞ്ഞില്ല. അത് അവരുടെ അകാലത്തിലുള്ള ചരമം കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. പക്ഷെ അവരുടെ ഏതാണ്ട് 200ഓളം പെയിൻറ്റിങ്ങുകൾ, നോട്ട്ബുക്കുകളിലെ സ്കെച്ചുകൾ ഒക്കെ അവരുടെ വലിപ്പം, അവരുടെ പ്രതിഭയുടെ വലിപ്പം എത്രയായിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ മരിച്ച് 50 വർഷം ആകാറായിട്ടും, ഞാൻ ടി കെ പത്മിനിയെക്കുറിച്ചുള്ള സിനിമ പത്മിനി ചെയ്യുന്നത് 2018 2018 ആകുമ്പോഴേക്കും അതിന് അരനൂറ്റാണ്ട് അടുക്കാറായി. അപ്പോഴേക്കും അവർ ഏറെക്കുറെ വിസ്മൃതിയിലായി, മലയാളികൾക്കിടയിൽ പോലും. അപ്പോഴാണ് അവരുടെ ചേച്ചിയുടെ മകൻ, ടി കെ പത്മിനിയുടെ ചേച്ചിയുടെ മകൻ ടി കെ ഗോപാലൻ, കൊൽക്കത്തയിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഈ പടം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 60കളിൽ ഈ യൂറോപ്യൻ സംസ്കാരത്തിൽ പോലും ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ആക്റ്റീവാകുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ടി കെ പത്മിനി അവരുടെ ചിത്രകലയിലൂടെ, അവരുടെ കലാമാധ്യമത്തിലൂടെ ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും സ്ത്രീകളുടെ കരുത്തും അവർ വളരെ തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് ഒരു സിനിമ ചെയ്യേണ്ടത് ഒരാവശ്യമായി തീർന്ന സന്ദർഭത്തിൽ ഞാൻ അതിന് മുതിർന്നു. തീർച്ചയായിട്ടും കാലത്തിന്റെ ആവശ്യം തന്നെയായിരുന്നു. അതിന് മറ്റാരും തയ്യാറാകാതിരുന്ന ഒരു സന്ദർഭത്തിൽ അതിനുള്ളൊരു ദൗത്യം എനിക്ക് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാലേ, ഇപ്പോൾ പത്മനാഭന്റെ ആണെങ്കിലും പത്മിനിന്റെ ആണെങ്കിലും ഇതൊക്കെ തന്നെയും ഒരു ഇൻഡിപെൻഡന്റ് ഫിലിമാണ് അല്ലെ, സ്വതന്ത്ര സിനിമകളാണ്. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്ര സിനിമകൾ എനിക്ക് തോന്നുന്നു ഇതിലും വളരെ എഫേർട്ട് ഉണ്ട്, ഭയങ്കര എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ കൊമേഴ്സ്യൽ ഫിലിം അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ചലഞ്ചിങ് അല്ലേ? എന്നിട്ടും എങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ തുടരാൻ പറ്റുന്നത് എന്നുള്ളത്? തുടരാൻ പറ്റുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ടി കെ ഗോപാലൻ എന്ന പേരുള്ള വ്യക്തിയാണ് ഈ 2 സിനിമയ്ക്കും പണം മുടക്കിയത്. അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത്. അതെ. പക്ഷേ അദ്ദേഹം തരുന്ന പൈസ അദ്ദേഹത്തിന് അറിയാം ഈ പണം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ കലയ്ക്കോ സംസ്കാരത്തിനോ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ഒരു ആഗ്രഹമായിട്ടോ അല്ലെങ്കിൽ ഒരു ദൗത്യമായിട്ടോ നമുക്ക് തരുന്ന പണമാണ്. പക്ഷെ അങ്ങനെ ഒരാൾ പൈസ തരുമ്പോൾ നമുക്കത് വിനിയോഗിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ആ ആളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തരുന്ന പണത്തിനകത്ത് നിന്നുകൊണ്ട് മേന്മയുള്ള ഒരു ചിത്രം ഉണ്ടാക്കണമെങ്കിൽ
ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. ഇതൊരു കളക്റ്റീവ് ആർട്ടാണ് സിനിമ. അപ്പം അത്രയും പ്രഗത്ഭരായ ആളുകൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഈ ചെറിയ പൈസക്കുള്ളിൽ നിന്നുകൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ 50 പേരുടെ പണിയൊക്കെ 5 പേര് നിന്നിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത്രത്തോളം എഫർട്ട് അതിനകത്തുണ്ട്. പക്ഷെ അത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വേറെ ആരും ചെയ്യാനില്ല. അപ്പം നമ്മളും കൂടി ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ആരിതൊക്കെ ചെയ്യുമെന്നുള്ള ഒരു വലിയ ചോദ്യം വരുമ്പോൾ ഇറങ്ങി പുറപ്പെടുന്നതാണ്. സത്യത്തിൽ ഓരോ വർക്കും കഴിയുമ്പോൾ മനസ്സുകൊണ്ട് വല്ലാത്ത മടുപ്പും നിരാശയുണ്ടാവും. ഇനി ഇങ്ങനെയുള്ള ഒരു പണിക്ക് ഇറങ്ങൂല എന്ന് വിചാരിക്കും. പക്ഷെ വീണ്ടും ഇതുപോലെ ഒരു അവസരം വരുമ്പോൾ അതിന്റെ ആവശ്യകതയാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രദർശനങ്ങൾ, അതിന് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സാധാരണ കമേഴ്സ്യൽ ഫിലിം എടുക്കുന്ന തിയേറ്ററുകൾ ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സംഘടനകൾ, ഇവരൊക്കെ തന്നെയാണ് കൂടുതലും ഇങ്ങനത്തെ സിനിമകൾ പ്രദർശിപ്പിക്കുക. അപ്പം ശരിക്കും പറഞ്ഞൊരു പോപ്പുലർ കൾച്ചറിലേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ എത്തിക്കുക എന്നുള്ളതും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ സിനിമകളെ നമ്മൾ സിനിമാശാലകളെ, അതായത് തിയേറ്ററുകളെ നമ്മൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള വേദികളായി മാറ്റുക എന്നുള്ളത് നമുക്ക് ഇത് ഒരിക്കലും സാധിക്കില്ല. അത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളത്തിലുള്ള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ പോലും ഈ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ അല്ലെങ്കിൽ സമാന്തര സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സൗകര്യമില്ല. ഇപ്പോൾ സർക്കാർ തലത്തിൽ പോലും അതിപ്പോൾ സർക്കാർ ഒരു വർഷം 4 സിനിമയ്ക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സിനിമകൾക്ക് പോലും വേണ്ടത്ര രീതിയിലുള്ളൊരു പ്രദർശന സൗകര്യം ഇവിടെ കിട്ടുന്നില്ല. ഇനി അതല്ലാത്ത സാധാരണ സിനിമാ തിയേറ്ററുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല സിനിമാ തിയേറ്റർ ഉടമകളും അവരുടെ പ്രൊജക്ടർ വെച്ചിരിക്കുന്നത് മറ്റു വമ്പൻ കമ്പനികളിൽ നിന്ന് ലീസിനെടുത്തിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിജിറ്റൽ പ്രൊജക്ഷൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കമ്പനികൾ ഈ വെളിയിൽ നിന്നുള്ള കണ്ടന്റ് അവരിൽ കാണിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഷോ തരാൻ പറ്റില്ല. രണ്ടാമത് ഈ തിയേറ്ററുകൾ വാങ്ങുന്ന ഭീമമായ വാടക, ഹാളിന് വാങ്ങുന്ന വാടക 15,000 രൂപയ്ക്കാണ് ഓരോ തിയേറ്ററുകാരും ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇത്ര സിനിമയൊന്നും ടിക്കറ്റ് വെച്ച് കാണിക്കാൻ ഒന്ന് ആളെ കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഒക്കെ തയ്യാറാവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇത്രയും ഭീമമായ വാടക കൊടുത്തത് കാണിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ സിനിമകൾക്കൊന്നും പ്രദർശനം ലഭ്യമല്ലാതെ പോകുന്നത്. പിന്നെ ചലച്ചിത്രമേളകൾ നടത്തുമ്പോൾ തന്നെ നോക്കൂ, ഇപ്പോൾ IFFK പോലുള്ള മേളകൾക്ക് വരുന്ന ജനങ്ങൾ ഈ അതല്ലാതെ നടത്തുന്ന സ്വതന്ത്രമായ ഫിലിം ഫെസ്റ്റിവലുകൾക്കില്ല. എവിടെ നടത്തി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ IFFK പോലുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള സിനിമകൾ എന്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ആ ചോദ്യത്തിന് അവരാണ് മറുപടി പറയേണ്ടത്. ഇപ്പൊ പത്മിനി ആയി കഴിഞ്ഞാലും നളിനാഗാന്ധി ആയാലും ഈ ചലച്ചിത്രമേളകളിലൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പലപ്പോഴും ചലച്ചിത്രമേളകളിൽ കാണുന്നത് ഒരു സിനിമ, ഒരു തിയേറ്ററിലെ സിനിമ നമ്മൾ ക്യൂ നിന്ന് കണ്ടിട്ടും പിന്നീട് പബ്ലിക്കായിട്ട് ഫ്രീ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് അതേ സിനിമ തന്നെ റിപ്പീറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള ഇതേ സ്വതന്ത്ര സിനിമകൾ കാണിക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയല്ലേ? പൊളിറ്റിക്സ് തന്നെയാണ്. തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിപ്പോ നമ്മൾ പടം, ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാദമിയോ സർക്കാരോ കണ്ടെത്തി അത് അവിടെ കാണിക്കുക എന്നുള്ളത് സർക്കാരിന്റെയും ഇത്തരം മേളകൾ നടത്തുന്ന സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. അതവർ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ചെയ്തത് ഇപ്പൊ പത്മിനി 53 സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, അതായത് വിദേശ രാജ്യം ഉൾപ്പെടെ 53 സ്ഥലത്ത് ചെയ്തു. നളിനാഗാന്ധി ഓസ്ട്രേലിയ 2 സ്ഥലത്ത് സ്ക്രീനിങ് ഉണ്ടായി. അപ്പം അങ്ങനെ നമ്മുടെ ഇപ്പോൾ സ്വന്തം നിലയിൽ നമ്മൾ എഫർട്ട് എടുത്തിട്ട് പ്രദർശനങ്ങൾ ഒരുക്കുക. നളിനാഗാന്ധി ഇപ്പോൾ ബാംഗ്ലൂർ കാണിച്ചു. ഇതൊന്നും വലിയ ചലച്ചിത്രമേളകളിലല്ല, കൊച്ചു കൊച്ചു സദസ്സുകളിൽ ചെറിയ സംഘടനകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചെറിയ ചെറിയ മേളകൾ. പക്ഷേ നമ്മൾ ഈ പടം എടുത്ത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ജനം കാണണം. അപ്പോൾ ജനം 5 പേരെ ഉള്ളെങ്കിലും 50 പേരെ ഉള്ളെങ്കിലും എവിടെയായി കഴിഞ്ഞാലും ആ സദസ്സിൽ ഞാൻ കൊണ്ടുപോയി പടം കാണിക്കും. അപ്പോൾ അത് എൻ്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പടം എടുക്കാനുണ്ടായ അല്ലെങ്കിൽ എടുത്ത കഷ്ടപ്പാട് എത്ര വലുതാണെന്നുള്ള നമുക്കറിയാം. ആ വിഷമവും സങ്കടവും മാറണമെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും കാണണം. ആ കാണിക്കണമെങ്കിലും നമ്മൾ തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് എല്ലാ നാണക്കേടും വിഷമവും മാറ്റി വെച്ചിട്ട് ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ പോലെ ഈ പടം കൊണ്ടുപോയി ഓരോ സ്ഥലത്തും കൊണ്ട് കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പല സ്ഥലത്തു നിന്നും നമുക്ക് അതിനുള്ള യാത്രാക്കൂലി പോലും കിട്ടുകയില്ല. പക്ഷെ അതൊന്നുമല്ല ഇവിടെ നോക്കുന്നത്. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് പറ്റുന്ന ഒരു ഒഴിവൊക്കെ കിട്ടുന്നൊരു സമയത്ത് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതല്ലാതെ ഇവിടെ ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള ശ്രമവും സ്വകാര്യ സംരംഭകരിൽ നിന്നോ സംഘടനകളിൽ നിന്നോ സർക്കാർ തലത്തിൽ നിന്നോ ഇല്ല. അത് അങ്ങേയറ്റം സങ്കടകരമാണത്. തീർച്ചയായിട്ടും. നമുക്ക് കഥകളിലേക്ക് കടക്കാം.
കാരണം ചെറുകഥാകൃത്ത് എന്നുള്ള നിലയ്ക്കാണല്ലോ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലൊക്കെ ആദ്യകാലത്ത് മാതൃഭൂമിയിലാണ് എഴുതി തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കഥകളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നറേഷനാണ്. കാരണം ഒരു പ്ലോട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്കത് എഴുതി തീർക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ സുസ്മേഷിന്റെ കഥകളിലേക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ലെങ്തിയാണ് കഥകൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു നോവല്ല എന്നുള്ള രീതിയിലേക്ക്, അതായത് നോവലിന്റെയും സ്റ്റോറിന്റെയും ഒരു മിഡിൽ ലെങ്ത്തിലേക്ക് എത്തുന്ന ആ ഒരു ഫോം സാഹിത്യ രൂപത്തിലേക്ക് പലപ്പോഴും പരിണമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നോവല്ല എന്നുള്ള രീതിയിൽ തന്നെ പബ്ലിഷ് ചെയ്തൂടെ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു പ്ലോട്ടിന്റെ ഉള്ളിൽ, ഒരു ക്യാൻവാസിന്റെ ഉള്ളിലേക്ക് ഒതുക്കാൻ എക്സ്പ്രഷന് പറ്റാത്തത് എന്നത് എനിക്ക് പലപ്പോഴും സുസ്മേഷിന്റെ കഥകൾ വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ പത്മനാഭന്റെ കഥകൾ വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തൂടെ എന്നും തോന്നാറുണ്ട്. ഈ ചെറുകഥ ലോകത്തുണ്ടായിട്ട് ഇപ്പോൾ ഒരു 250 വർഷത്തിന് മുകളിലായി. അതെ. അപ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള മികച്ച ചെറുകഥാകൃത്തുക്കളിൽ പലരുടെയും രചനകൾ ആദ്യകാലത്ത് തൊട്ടിപ്പോൾ വരെ നമ്മൾ നോക്കുമ്പോൾ ഈ നീളം ഒരു ഘടകമല്ല. അതെ. വാസ്തവത്തിൽ 30-36 പേജൊക്കെയുള്ള കഥകളാണ് അമേരിക്കൻ ഷോർട്ട് സ്റ്റോറിയിൽ പലപ്പോഴും നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ റെയ്മണ്ട് കാർവറെ പോലുള്ള കത്തീഡ്രലൊക്കെ പോലുള്ള കഥകളൊക്കെ വലിപ്പമുള്ള കഥകളാണ്. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ നോവല്ല എന്നൊക്കെ വിളിക്കാവുന്ന വിധത്തിൽ തന്നെ നീളമുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എഴുത്തിൽ പലപ്പോഴും ഈ നീളം നിശ്ചയിക്കപ്പെടുന്നത് ആ പ്രമേയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്. ഇപ്പോൾ പ്ലോട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കഥയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് നീളം ഉണ്ടാവും. നേരെ മറിച്ച് ട്രീറ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് പലപ്പോഴും വളരെ ചെറുതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരുപാട് കഥകളുണ്ട് ഈ 8-10 പേജിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കഥകൾ. അത് നമ്മൾ എടുക്കുന്ന പ്രമേയം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കാം, അതിൻ്റെ പ്ലോട്ടിന് പ്രാധാന്യം കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഖ്യാനത്തിൻ്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാം. അതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു നീളം. പിന്നെ നോവല്ല എന്ന് വിളിക്കുന്നത് വേറൊരു വിഭാഗമാണ്. ചെറുകഥയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഭാവഭദ്രതയാണ്. അതിപ്പോൾ 100 പേജിലും ഒരു ചെറുകഥ കൃതഹസ്ഥനായ ഒരു എഴുത്തുകാരൻ എഴുതാം. അതായത് ആ ചെറുകഥയുടെ മർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരുന്നാൽ മതി. എന്ന് വെച്ചാൽ പലപ്പോഴും ചെറുകഥ എന്ന് പറയുന്ന ഒരു നിമിഷത്തിൻ്റെയോ ചെറിയൊരു സാഹചര്യത്തിൻ്റെയോ ഒരവസ്ഥയുടെയോ ഒക്കെ വിപുലീകരണമാണ്, ചെറിയൊരു വിസ്തീകരണമാണ് ചെറുകഥ. അത് ഒതുങ്ങി നിൽക്കുന്ന ക്രാഫ്റ്റിൽ 100 പേജിനകത്ത് എഴുതാം. അപ്പോൾ വലിയൊരു ടൈം സ്പാൻ ഒന്നും പലപ്പോഴും ചെറുകഥ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ വളരെ മികച്ചൊരു എഴുത്തുകാരന് ഒരു 100 കൊല്ലത്തെ കാര്യവും ഒരു ചെറുകഥയ്ക്കകത്ത് പറയാം. അപ്പോൾ അത് ആ എഴുത്തുകാരൻ്റെ ഒരു മിടുക്ക് പോലെ ഇരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതേസമയത്ത് നോവല്ല എന്ന് പറഞ്ഞാൽ ചെറുകഥയിൽ നിന്ന് വിട്ടുപോവുകയും പൂർണ്ണമായും നോവലിലേക്ക് എത്തുകയും ചെയ്യാത്ത ഇടയിലുള്ള ഒരു സ്പേസിൽ നിൽക്കുന്നത്. അതായത് ചെറുകഥയിൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാം, കഥാപാത്രങ്ങളെ കുറേയും കൂടി ഉപയോഗിക്കാം, കുറേയും കൂടി കാലത്തെ നമുക്ക് ഉപയോഗിക്കാം നോവലയിൽ. ഇത് നോവലിലേക്ക് എത്തുമ്പോൾ പരിപൂർണമായിട്ടും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. എത്ര വേണമെങ്കിലും കഥാപാത്രങ്ങളെ കൊണ്ടുവരാം, എത്ര വേണമെങ്കിലും വലുതാക്കാം, ഉപകഥകൾ ഒരുപാട് ചേർക്കാം. ഇപ്പോൾ ചെറുകഥകളിലൊക്കെ നമുക്ക് പലപ്പോഴും ഒരുപാട് ഫ്ലാഷ് ബാക്കുകളോ ഒരുപാട് ഉപകഥകളോ ഒരുപാട് കഥാപാത്രങ്ങളുടെ അവസ്ഥകളോ ഒന്നും പറയാൻ സാധിക്കില്ല. അത് നോവലിലേക്ക് വരുമ്പോൾ അത് പറ്റും. പിന്നെ ഇവിടെ മാത്രമാണ് ചെറുകഥ എന്ന് പറഞ്ഞാൽ 3-4 പേജിൽ നിൽക്കണം എന്നുള്ളൊരു വിശ്വാസം ഉള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ വായിക്കുന്ന വലിപ്പം ഒരു പ്രധാന വിഷയമല്ല അവിടെ. അതെ അതെ. അപ്പോൾ നമ്മൾ ഈ ചെറുകഥയുടെ ഒരു ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മളെ സാഹിത്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. അപ്പം പഴയ കാലത്തിൽ നിന്നും ചെറുകഥയുടെ ഒരു പ്രമേയപരമായിട്ടും ശൈലീപരമായിട്ടും ഒക്കെ ഒരു ഘടനാപരമായിട്ടും ഒക്കെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പഴയ കാലത്തിൽ നിന്നും പുതിയ കാലത്തിലേക്ക് ഒരു പുതിയ കാലത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു പത്മനാഭന്റെ ഒരു സ്റ്റൈലും പിന്നെ സുസ്മേഷിന്റെ ഒരു ചെറുകഥയുടെ സ്റ്റൈലും വളരെ എൻറ്റയർലി ഡിഫറെന്റാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ ഒരു സാധനം കാണുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചട്ടക്കൂടിനെ ചെറുകഥയുടെ ഒരുപാട് റൂൾസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഭയങ്കരമായ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും അതിനെ എങ്ങനെയാണ് പുതിയ കാലത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ട്രഡീഷണൽ കോൺസെപ്റ്റ് എപ്പോഴും നമ്മളെ റെഫർ ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെയാണോ എന്നുള്ളത് അങ്ങനെ ഒരു ബോൾഡായിട്ട് അതിലേക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് മനഃപൂർവ്വം വരുന്നതല്ല. പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് എടുക്കുന്ന പ്രമേയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇത് മാറി മറിയുന്നതാണ്. പിന്നെ ചെറുകഥ എല്ലാ കാലത്തും അതിൻ്റെ ഒരു നിയതമായ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അതത് കാലത്തെ എഴുത്തുകാരുടെ രചനകളിൽ വരും.
അത് നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എത്ര പഴയത് വേണമെങ്കിലും കൊണ്ടുവരാം. ചെറുകഥയിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ 2025 ഇരുന്നെഴുതുന്ന ഒരാൾക്ക് വേണമെങ്കിൽ 70കളിൽ ഒരു കഥ വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് 2050 നടക്കുന്ന ഒരു കഥയും പറയാം. പക്ഷെ ചെറുകഥയുടെ ആ ഒരു ഫ്രെയിമിന്റെ അകത്ത് നിന്നിട്ടായിരിക്കണം ഇതെല്ലാം എന്ന്. പക്ഷെ പുതിയ കഥകൾ എഴുതുന്ന സമയത്ത് ഇത് എപ്പോഴും ചലഞ്ചിങ് ആയിട്ട് വരില്ലേ? പുതിയ കഥ എന്നുള്ള ഒന്നും ഇല്ലാന്നാണ് ഞാൻ ആധുനിക കഥ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആധുനിക കഥകളിലെ പ്രമേയങ്ങളും അതുപോലെ തന്നെ നമ്മൾ സെക്ഷുവാലിറ്റി, ഇപ്പം നമുക്ക് ടി പത്മനാഭന്റെ കടയനല്ലൂരിലെ സ്ത്രീ എന്നുള്ള ആ ഒരു കഥ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കതിൽ അതിൻ്റെ ഒരു ഭയങ്കരമായ എക്സ്പ്രഷൻ കാണാം. പക്ഷെ ഒരിക്കൽ പോലും അതിൻ്റെ എന്തെങ്കിലും തരം എലമെന്റ് നമുക്ക് അതിൽ വായിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, അത് ചെറുകഥയുടെ ഒരു കാര്യത്തിലുള്ള ഒരു നേട്ടമാണത്. അതായത് ഇപ്പം പുതിയ കഥ എന്നുള്ളതൊന്നുമില്ല. ഇപ്പം ആധുനിക കഥ എന്ന് പറഞ്ഞാൽ 940 മുതൽ 980 വരെയുള്ള ഏതാണ്ട് ഒരു 40 കൊല്ലക്കാലമാണ് ലോകത്ത് ഈ മോഡേണിസം നിന്നതായിട്ട് പറയുന്നത്. അപ്പം മോഡേണിസം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ മാത്രമല്ല, അത് വ്യവസായത്തിലും സകല ആർട്ടിലും ജീവിതത്തിലും സകല മേഖലകളിലും ലോകമാസകലം വരുത്തിയ മാറ്റങ്ങളാണ്. അപ്പോൾ ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ പ്രതിഫലനങ്ങളാണ് ആ ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ കഥകളിലും അതുകൊണ്ട് പുതിയ കഥയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാരൂരിൻ്റെ പൂമ്പടം നമ്മൾ എടുത്തിപ്പോൾ വായിക്കുമ്പോൾ അതൊരു പുതിയ കഥയാണ്. ഇപ്പോൾ മാധവിക്കുട്ടിയുടെ നെയ്പായസം നമ്മളിപ്പോൾ വായിക്കുമ്പോൾ അതൊരു പുതിയ കഥയാണ്. ഇപ്പോൾ ടി പത്മനാഭൻ്റെ കടലോ ഗൗരിയോ അല്ലെങ്കിൽ മഖൻ സിംഗിൻ്റെ മരണമോ ഒക്കെ വായിക്കുമ്പോൾ അത് പുതിയ കഥയാണ്. അപ്പോൾ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ, ഇപ്പോൾ മൊബൈൽ ഫോൺ ഒരു കഥയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ആ കഥ പുതിയതാകില്ല. ഇപ്പം ഞാൻ 970 ഒരു കാര്യം ഇപ്പോൾ ഇരുന്ന് പറഞ്ഞാൽ അത് പുതിയ കഥയാവും. കാരണം ഈ കഥകളുടെ പ്രമേയങ്ങളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെയാണ് കൊണ്ട് സ്പർശിക്കുന്നത്. ആ മനുഷ്യ ജീവിതം ലോകത്തെവിടെയും ഒരുപോലെ. ഇപ്പം നമ്മൾ മാക്സിം ഗോർക്കിയുടെ അമ്മ വായിക്കുമ്പോൾ നമ്മളുടെ ഒരു തൊഴിലാളി കൾച്ചർ നമുക്കില്ലാത്ത ഒരാൾക്ക് പോലും ഒരു തൊഴിലാളിയുടെ ദൈന്യതയും ജീവിതവും ദാരിദ്ര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം അമ്മയായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അവസ്ഥകളാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ്. ഇപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയ നോവലാണത്. അത് പുതിയ കാലത്തിന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ. ഇപ്പൊ റെസ്കോൾനിക്കോവ് പിന്നെ കുറ്റവും ശിക്ഷയിലും ഒരു നായകനാണല്ലോ. അപ്പോൾ റെസ്കോൾനിക്കോവ് നമ്മളായിട്ട് തന്നെ നമുക്ക് പലപ്പോഴും തോന്നും ഇന്നത്തെ കാലഘട്ടത്തില്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ കഥകളും അതാത് വരുന്ന കാലഘട്ടത്തിലെ ഇന്റർപ്രിറ്റേഷൻ ആ കാലഘട്ടത്തിൻ്റെതാണ്, പ്രതിഫലനങ്ങൾ തന്നെയായിരിക്കും, ഇന്റർപ്രിറ്റേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ നോക്കൂ, ഇപ്പോൾ ഒരു സമൂഹം എങ്ങനെ പോകുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും അവിടുത്തെ ലിറ്ററേച്ചർ ഉണ്ടാകുന്നത്. അതെല്ലാ കാലത്തും എവിടെയും അങ്ങനെ തന്നെ. മാത്രമല്ല ആ ലിറ്ററേച്ചറിൽ ഒരു ഇന്നർ സ്ട്രക്ചർ ഉണ്ടാവും. ആ സൊസൈറ്റിന്റെ ഇന്നർ സ്ട്രക്ചർ നമുക്ക് കാണാം. ഒരു റിഫ്ലക്ഷൻ ആണത്. അത് കൂടുതലായിട്ടും കഥകളെക്കാളും നോവലുകളിലാണ് പ്രതിഫലിക്കുക. ഇപ്പൊ പ്ലേഗ് പോലുള്ള ഒരു നോവൽ നമ്മൾ നോക്കിയാൽ മതി. നമ്മളെ ഈ പാൻഡമിക് വന്ന സമയത്ത് നമ്മൾ അതാണ് ശ്രദ്ധിച്ചത്, എല്ലാവരും ശ്രദ്ധിച്ചത് ഒരു കാര്യം. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ജോർജ് ഓർവെലിന്റെ 1984 പോലുള്ള ഒരു നോവൽ, അത് ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ ആണ്. അതെ, നമ്മളിത് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ റിഫ്ലക്ഷൻസ് അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അത് മലയാളത്തിലെ വർക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പൊ എംഡിയുടെ കാലം അല്ലെ നാലുകെട്ട്, അത് ആ കാലത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ആ കൃതികൾക്ക് ആ കാലത്ത് ഉണ്ടായേ പറ്റൂ. ആ കൃതികൾ അതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിൽക്കാലത്തുള്ള ആളുകൾക്ക് ആ ചരിത്രം മനസ്സിലാക്കുന്നതിനാണ്. അപ്പൊ ഒരേ സമയത്ത് അത് ലിറ്ററേച്ചറായിട്ട് നിൽക്കുന്നു, അതൊരു ഹിസ്റ്ററി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ മികച്ച ലിറ്ററേച്ചർ എപ്പോഴും ഹിസ്റ്ററിയോട് ചേർന്ന് നിൽക്കും. അത് അതത് കാലത്തെ, സമയത്തെ, സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടാണ്. ഈ പറഞ്ഞ കാര്യത്തിനെ ഞാനൊന്ന് ഡിബേറ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തെ റിഫ്ലക്ട് ചെയ്യുന്നു. നമ്മൾ പണ്ട് മുതലേ ഉള്ള, നമ്മൾ ആദ്യകാലം മുതലേ ഇപ്പം പോസ്റ്റ് മോഡേൺ കാലഘട്ടം വരെയുള്ള സാഹിത്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ നമുക്ക് മനസ്സിലാകും. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ ചരിത്രത്തിനെ തിരുത്തുന്നുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഹരീഷിൻ്റെ ഓഗസ്റ്റ് 17 എന്നുള്ള നോവല് ആ കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ചരിത്രത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ ചരിത്രം അപ്രസക്താണ്. അന്നത്തെ ചരിത്ര പുരുഷന്മാരെയൊക്കെ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക്, വിദേശത്തേക്ക് യാത്ര ആക്കുന്നുണ്ട്, ചരിത്രത്തിനെ കീഴ്മേൽ മറിക്കുന്നുണ്ട്. അവിടെ എന്താണ്, ക്രിയേറ്റിവിറ്റിയാണ്, കഥാകാരന്റെ ക്രാഫ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ചരിത്രം എന്നുള്ളത് പുതിയ കാലത്തെ, ഈ ഞാൻ പറഞ്ഞില്ലേ പുതിയ കാലത്തെ രചനകൾ, അതാണ് ഞാൻ പറയുന്നത്. പുതിയ കാലത്തെ രചനകളിൽ ചരിത്രത്തെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സാധനങ്ങൾ നമ്മളെ BJP സർക്കാർ ചെയ്യുന്നുണ്ട്. അവരും ചരിത്രത്തിനെ തന്നെയാണ് തിരുത്തുന്നത്. പക്ഷെ ഇവിടെ നോവലിൽ വരുന്ന സമയത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രാഫ്റ്റായിട്ട് ജനങ്ങളെ അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. ചരിത്രം പറയാനുള്ളതല്ല സാഹിത്യം. എനിക്കിപ്പോൾ ക്രാഫ്റ്റ് പറയണത് ഇതൊരു ക്രാഫ്റ്റാവല്ലേ, ക്രിയേറ്റിവിറ്റി അല്ലേ,
അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഇതൊരു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ കേരളത്തിന്റെ തിരുവിതാംകൂറിന്റെ ചരിത്രം വായിക്കാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്ന ആളുകൾ August 17 എടുത്തിട്ട് റെഫർ ചെയ്യില്ല. ഇല്ല. അതേസമയത്ത് ഈ വൈക്കം ചന്ദ്രശേഖരൻ നായരോ അതല്ലെങ്കിൽ CV രാമൻപിള്ളയോ ഒക്കെ എഴുതിയിട്ടുള്ള തിരുവിതാംകൂറിന്റെ ചരിത്ര പ്രാധാന്യമുള്ള നോവലുകൾ എടുത്തിട്ട് റെഫർ ചെയ്യുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. ചരിത്രത്തെ മറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ഫിക്ഷനിൽ നമുക്ക് സ്വാതന്ത്ര്യം എടുക്കാം. അത് ഫിക്ഷനായിട്ട് നിൽക്കുകയും ചെയ്യും, അതിന് വാല്യൂ ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ഹിസ്റ്റോറിയനോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളോ റെഫർ ചെയ്യാൻ എടുക്കുകയില്ല. നേരെ മറിച്ച് ഫിക്ഷനിലെ പരീക്ഷണങ്ങളോ ഫിക്ഷനിലെ മാറ്റങ്ങളോ ശ്രദ്ധിക്കുന്ന ആളുകൾ അത് എടുക്കുകയും ചെയ്യും. പക്ഷെ സാധാരണ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വെറും നമ്മളിപ്പോൾ അക്കാഡമിക് മേഖലയിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കാം. അപ്പോൾ സാർ അത് എഴുതുന്നതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ സാധാരണ ജനങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരു മിയർ എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ നോവൽ വായിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ ചരിത്രം? സാധാരണ വായനക്കാർ ഇതൊന്നും ശ്രദ്ധിക്കൂലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ആ വർക്ക് ഓഫ് ഫിക്ഷൻ രസിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ അയഥാർത്ഥ്യമായ വശങ്ങളും ഒന്നും ചെയ്യാൻ വേണ്ടി പോകില്ല. സാധാരണ വായനക്കാർ ഇപ്പോഴും കഥാപാത്രങ്ങളെ പിന്തുടരുക. അവർക്ക് ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ജീവിതാവസ്ഥകൾ അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള അന്വേഷണം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥയിലെ കഥാപാത്രത്തിൻ്റെ ജീവിതം ആ വായനക്കാരൻ്റെതായി മാറുന്നുണ്ടെങ്കിൽ ആ വായനക്കാരൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ട് ഞാൻ മാറും. അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്നെ മാറ്റി നിർത്തും. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോഴും ആ രചനകൾ വായിക്കുന്ന എഴുത്തുകാരൻ അതിനെ ഒരു പരീക്ഷണമായിട്ട് പോലും എടുക്കില്ല. ഇപ്പോൾ യുലിസസ് ഈ കാലങ്ങളായിട്ട് ആളുകൾ മുഴുവൻ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ അത് വായിക്കുന്നത് ആ കൃതി ആളുകളെ ഏതൊക്കെയോ തരത്തിൽ സ്പർശിക്കുന്നതുകൊണ്ടാണത്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള വഴിച്ചെണ്ട എന്നുള്ള നോവൽ, അങ്ങനെയുള്ളൊരു നോവൽ വളരെ ലെങ്തി ആയിട്ടുള്ള നോവലാണ്, നീണ്ട നോവൽ തന്നെയാണ്. 1112 പേജുണ്ട്. അപ്പം ഇങ്ങനൊരു നോവൽ എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് സാധാരണ ഒരു നോവൽ പോലെ, അതായത് ഒരു 300-350 പേജിൻ്റെ അകത്ത് തീരുന്ന ഒരു നോവലായിട്ട് എഴുതാൻ മനസ്സിൽ കണ്ട ഒരു പ്രമേയമാണത്. അനൂപ് എന്ന് പേരുള്ള ഒരു കഥാനായകൻ, അവൻ്റെ ജീവിതത്തിലെ ചില അവസ്ഥകൾ, അതായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പ്ലോട്ട്. അപ്പം ഞാൻ ആ പ്രമേയമായിട്ട് അതിനെ രൂപപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ എന്തെങ്കിലും ആയിത്തീരുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണ്? അത് സാഹചര്യങ്ങൾ കൊണ്ടാണോ, അയാളുടെ പ്ലാനിങ് കൊണ്ടാണോ, അയാളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഒക്കെ ഇടപെടൽ കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഒരാൾ എന്തെങ്കിലും ആയിത്തീരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുന്നത്? ചിലർ പറയും എൻ്റെ വിധിയാണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മറ്റു ചിലർ പറയും എൻ്റെ പ്ലാനിങ് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. വേറെ ചിലർ പറയും എൻ്റെ അച്ഛൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോരുത്തർ ഓരോ കാരണങ്ങൾ പറയും. അപ്പോൾ ഇവിടെ വിജയിയും അല്ലെങ്കിൽ പരാജിതനുമൊക്കെ ആരാണ് അവരെങ്ങനെ ആക്കി തീർക്കുന്നത്? ആ അന്വേഷണത്തിൽ നിന്നാണ് വഴിച്ചെണ്ട എന്നുള്ള നോവൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എഴുതി വന്നപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച് വന്നപ്പോഴേക്കും നോവൽ വലുതാവാൻ തുടങ്ങി. കാരണം അനൂപ് എന്ന് പറയുന്ന കഥാപാത്രം ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലത്തെ കേരളത്തെ കാണുകയാണ്. അതിനിടയിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പേര് വരികയും പോവുകയും ചെയ്യുന്നു. അയാളുടെ ജീവിതം തന്നെ മാറി മറിയുന്നു. അയാൾ പല സ്ഥലത്തേക്കും എടുത്തെറിയപ്പെടുന്നു. അവിടെ വേര് പിടിക്കാൻ പറ്റാതെ മറ്റൊരിടത്തേക്ക് എറിയപ്പെടുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ ഈ കഥാപാത്രത്തെ പിന്തുടർന്ന് എഴുതി പോയപ്പോൾ നോവൽ വലുതായി വന്നതാണ്. അപ്പോൾ അതൊരിക്കലും ഒരു 1000 പേജിന് മുകളിലേക്ക് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ പേജുകളുടെ എണ്ണമല്ല അതിനകത്ത് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ആ നോവലിലെ പ്രധാന കഥാപാത്രവും അനുബന്ധ കഥാപാത്രങ്ങളും അനുഭവിച്ച ജീവിതം എത്രത്തോളം മികവോടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വലിപ്പം പ്രസക്തമാകുന്നുള്ളൂ. അതല്ലാതെ 1112 പേജിൽ ഞാനൊരു നിലവാരമില്ലാത്തതോ ആഴമില്ലാത്തതോ ആയ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് ഉണ്ടെങ്കിൽ യാതൊരു കാര്യവുമില്ല പേജിൻ്റെ എണ്ണം. അതായത് വായിക്കുന്നവർക്ക് തന്റെ ജീവിതമാണെന്ന് തോന്നുന്ന രീതിയിൽ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും ഉണ്ടല്ലോ ഈ ലിറ്ററേച്ചർ വായിക്കാൻ എടുക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ആ കൃതിക്കകത്ത് അവരെ തന്നെ കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എഴുത്തുകാരൻ പറയുന്നത് ലോകത്തെങ്ങുമുള്ള മനുഷ്യനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ലോകത്തെവിടെയുമുള്ള മനുഷ്യൻ്റെ അനുഭവങ്ങൾ, ജീവിതം അവന് കൊടുക്കുന്ന പാഠങ്ങൾ ഒരുപോലെ. അതിന് ഭാഷയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒന്നും ഒരു തരത്തിലുള്ള അതൊരു വരുമ്പോഴില്ല. അപ്പോൾ ആ കൊടുക്കുന്ന അനുഭവങ്ങൾ മനുഷ്യന് ഒരുപോലെ ആയതുകൊണ്ട് ഏതൊരു വായനക്കാരനും എവിടുത്തെയും വായനക്കാരനാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻസ് വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ റഷ്യൻ സാഹിത്യമോ അറബി ലിറ്ററേച്ചറോ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ലിറ്ററേച്ചറോ പോലും വായിച്ചിട്ട് നമുക്ക് ആ കഥാപാത്രങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത് അത് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അല്ല ഒരുപോലെ ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ
ഇപ്പോൾ നോക്കൂ, ഇപ്പം ലാറ്റിൻ അമേരിക്കൻ കൃതികളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാജിക്കൽ റിയലിസം, അത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രയോഗമോ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമോ ഇല്ല. ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ല, പക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ട് മാജിക്കൽ റിയലിസം. അതെ, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ 100 Years of Solitude വായിക്കുമ്പോൾ അതിലെ ആ വിശദീകരണങ്ങൾ, ആ മാജിക്കൽ റിയലിസം എന്ന സമ്പ്രദായത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ രചനാ രീതി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നത്, നമുക്കതൊന്നൊട്ടും പരിചിതമല്ല. പക്ഷെ നമുക്ക് ആ പറയുന്ന ലൈഫ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ലൈഫ് നമ്മളെപ്പോഴും ഇപ്പൊ മഹാഭാരതാണെങ്കിലും മിത്താണെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും ശ്രീകൃഷ്ണനും അർജുനനെയൊക്കെ കോട്ട് ചെയ്തിട്ട് സത്യമാണെന്നുള്ള രീതിയിൽ എഴുതുന്നില്ലേ? അപ്പൊ അതൊക്കെ തന്നെ നമ്മളുടെ ഉള്ളില് ഈ ഒരു മാജിക് എപ്പോഴും ആളുകൾ എഴുതുള്ളൂ. ഇപ്പോഴുള്ള ആളുകൾ എഴുതുന്നില്ല കരുതുന്നില്ല. കാരണം അത് ആളുകൾക്കറിയാം, ഇപ്പോഴത്തെ ആളുകൾക്കറിയാം ഇതെല്ലാം കഥാപാത്രങ്ങൾ മാത്രമാണെന്നുള്ളത്, ഒരു മിത്തിക്കൽ ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. മിത്താണ് എന്നുള്ളത് ഇപ്പൊ മിത്തിനെ സത്യമാക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ. അതൊന്നും ഈ പറഞ്ഞാല് ഈ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ടോ സിലബസ് മാറ്റിമറിച്ചുകൊണ്ടോ ഒക്കെ എഴുതാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഒരു പരിധി വരെ വിജയിക്കുമെന്ന് പറയാൻ പറ്റും. കാരണം പക്ഷെ ഞാൻ പറയില്ല, അവര് എയിം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ആ വിഭാഗങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചാൽ മതിയാകും. പക്ഷെ അത് ആ ഒരു വിഭാഗം ആളുകളുടെ ആയുർദൈർഘ്യം അല്ലല്ലോ ലോകത്തിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയാം, അത്തരത്തിലുള്ള ആളുകളെ എല്ലാ ഒരു തലത്തിലും ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു അജണ്ട, അത് ശരിയാണ്, അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അക്കാഡമിക് സർക്കിളിലേക്കും പോലും അത്തരത്തിലുള്ള ചിന്താഗതി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എവല്യൂഷൻ നമ്മുടെ സിലബസ് നിന്ന് എടുത്തു മാറ്റുന്നു. അതെന്താന്ന് വെച്ചാല് അത് നമ്മളതിനെ എതിർക്കേണ്ട കാര്യമാണത്. കാരണം അതല്ല ചരിത്രം, അതല്ല വാസ്തവം എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ഇത് ലോകത്തെല്ലായിടത്തുമുള്ള സ്വേച്ഛാധിപതികളായ ഭരണാധിപന്മാർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ചരിത്രമായി അമേരിക്കയില് ട്രംപിന്റെയും ഇത് പഴയകാലത്ത് ഈ കാലത്തും ഈ സ്വേച്ഛാധിപതികളായ ഭരണാധിപന്മാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രത്തെ മാറ്റുകയും വെട്ടിക്കളയുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വെട്ടിമാറ്റപ്പെട്ട ചരിത്രം എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിനെ ആവർത്തിക്കുന്ന സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇതൊക്കെ പിന്നീട് കോമാളിത്തമായി മാറാനുള്ള വിക്രിയകൾ എന്ന് മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ നോക്കൂ, ഹിറ്റ്ലർ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളെല്ലാം ഇന്ന് അന്ന് ഏറ്റവും ഭീതിയോട് കൂടിയിട്ടാണ് ഈ ജനങ്ങൾ അതിനെ ഫേസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ അതിനെ കാണുന്ന ചരിത്രത്തിന്റെ ഒരു അവശിഷ്ടമായിട്ട് ആണ്, ഏറ്റവും അവജ്ഞയോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ആരെവിടെ നടന്ന ശ്രമങ്ങളും ഈ മട്ടിൽ ഹീനമായ പരിഹാസത്തിനിരയായി പിൽക്കാലത്ത് തീരുന്നുള്ളതല്ലാണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട്. നമുക്ക് പുതിയ കാലത്തെ ഒരു ട്രെൻഡിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ സാഹിത്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ പുതിയ കാലത്ത് ഇപ്പം പോപ്പുലർ ഒരു കൾട്ടുള്ള ഫിക്ഷൻസൊക്കെ, അതായത് ക്യാമ്പസുകളിൽ അതുമാതിരി തന്നെ കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരത്തിലുള്ളതൊക്കെ നമ്മുടെ ക്യാമ്പസ് പോലും നമ്മൾ വളരെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോപ്പുലർ കൾട്ടുള്ള ഫിക്ഷൻസ് പുതിയ കാലത്തിലെ പുതിയ യുവാക്കളുടെ ക്യാമ്പസിന്റെ ഒക്കെ ഹരമാകുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യന്റെ ആകെയുള്ള സമയം 24 മണിക്കൂർ ഒരു ദിവസം. ആ 24 മണിക്കൂറിനുള്ളിൽ ഒരാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ എണ്ണം പെരുകി. ആ എണ്ണം പെരുകിയപ്പോൾ നമുക്ക് ഈ സമയത്തെ വളരെ വളരെ മുറിച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. നേരെ മറിച്ച് ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന് ഇത്രത്തോളം കാര്യങ്ങൾ എൻഗേജ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് 24 മണിക്കൂർ എന്ന് പറയുന്നതിന് അത്രയും കുറച്ച് വിഭജിച്ചാൽ മതിയായിരുന്നു. അതിനും ഒരു 100 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യന് അത്രത്തോളം ഇല്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുതിയ കാലത്ത് വരുമ്പോൾ ഇന്ന് 1 മിനിറ്റ് ഒരു റീലിന്റെ നീളം. അപ്പൊ ആ 1 മിനിറ്റിനുള്ളിൽ ഒരു ആഖ്യാനം നിർവഹിക്കേണ്ടതായ അവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ 24 മണിക്കൂറിനെ വിഭജിക്കുമ്പോൾ ഈ 1 മിനിറ്റിലേക്ക് ഒതുക്കണം. കാരണം 100 കണക്കിനോ 1000 കണക്കിനോ 10,000 കണക്കിനോ കാര്യങ്ങൾ ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലിറ്ററേച്ചർ ചെറുതാകും, സിനിമ ചെറുതാകും. ഇപ്പൊ കഥകളി പുലരും വരെ കളിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ ഒരു കലാരൂപം ഇന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ വരുന്ന ആർട്ട് ഫോമിലേക്ക് മാറി. അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം എല്ലായിടത്തും ഉണ്ടാവും. സമകാലീന സാഹചര്യത്തിൽ ഇപ്പോൾ ലിറ്ററേച്ചർ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ആഖ്യാനം വായിക്കാനുള്ള സമയം ആർക്കും ഇല്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന ചെറിയ ഫിക്ഷൻ മതി എന്ന് വരും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വായിക്കപ്പെടുകയും വിറ്റഴിക്കപ്പെടുകയും പരസ്യപ്പെടുകയും ചെയ്യുന്ന പുസ്തകങ്ങളെല്ലാം വേഗത്തിൽ വായിക്കാൻ കഴിയുന്നതും, അതായത് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ വേണ്ടി പറ്റുന്നതും വളരെ കുറച്ച് പേജുകളുള്ളതുമാണ്. ഈ രാഷ്ട്രീയമായ കണ്ടന്റ് വളരെ കുറവാണ്. രാഷ്ട്രീയമായ കണ്ടന്റ് പുസ്തകങ്ങളിൽ ഇല്ലാത്തത് സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സാമൂഹികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയം സമൂഹത്തിൽ ഇടപെടേണ്ട അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ടാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രകടനങ്ങളല്ല രാഷ്ട്രീയം.
രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ച ചുമതലാപൂർവമുള്ള ഉത്തരവാദിത്വപൂർവമുള്ള കാര്യങ്ങളെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുകയും അവരുടെ പ്രീതിയും ശ്രദ്ധയും പിടിച്ചു പറ്റുകയും ചെയ്ത് മുന്നോട്ട് നയിക്കുന്നതാവണം. അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലാതെ വരുന്നത് കൊണ്ട് ലിറ്ററേച്ചറിനും സിനിമയിലും ആ മട്ടിലുള്ള പൊളിറ്റിക്സിന്റെ അഭാവം ഉണ്ടാവും, സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. എൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശകലനങ്ങൾ ആവശ്യമില്ല. ആഴത്തിൽ പോയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അത് അവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. ഞാൻ അവരെ മോശമായിട്ടല്ല പറയുന്നത്. നമ്മളെക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ട് അവർക്ക് നമ്മൾ പറഞ്ഞു പഴകിയ ആ മട്ടിലുള്ള ഒരു രീതി വേണ്ടാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അവരിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം. അതുണ്ടാവുന്നുണ്ട് എങ്കിൽ അവരുടേത് ശരിയാണ്. അപ്പം ഇപ്പോൾ അവർ വായിക്കുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്നത് 100 പേജോ 300 പേജോ ഉള്ള ഒരു പുസ്തകത്തിൽ വളരെ ഉപരിപ്ലവമായിട്ട് താങ്കൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമ്പസോ അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രണയമോ ഒക്കെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവർക്ക് മതിയെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നുണ്ടാവുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിലും താഴെയായിരിക്കും. അപ്പോൾ നേരെ മറിച്ച് അവർക്ക് ഒരു നല്ല വർക്ക് ഉണ്ടാക്കാൻ കഴിയുവാണെങ്കിൽ അവരുടെ ഈ രീതി ശരിയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിപ്പോ നമ്മുടെ പൂർവികന്മാരിലേക്ക് പോയാൽ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ, അവരുടെ പെരുമാറുന്ന സാഹചര്യങ്ങളെയും അവർ ആശ്രയിക്കുന്ന പുസ്തകമാണെങ്കിൽ അത്, സിനിമയാണെങ്കിൽ അത്, എന്താണോ അത് അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മളിപ്പം ഈ ഒരു ചോദ്യം കൂടി അവസാനിപ്പിക്കാന്ന് കരുതുന്നു. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. ഇപ്പോൾ എഴുത്തുകാരൊക്കെ തന്നെയും ഒരു ഇന്റേണൽ പ്രഷറിന്റെ ഒരു ഇരയായിക്കൊണ്ടിരിക്കുക. കാരണം ഒരേ സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോവലുകളൊക്കെ തന്നെയും ഒരേ സമയം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ റീൽസായിട്ട് അതുപോലെ റിവ്യൂ ആയിട്ടൊക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എഴുത്തുകാരൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയ ഒരു മട്ടാണ് ശരിക്കും. എൻ്റെ പുസ്തകം വായിക്കൂ, എൻ്റെ പുസ്തകം എത്രയാണ്, അതിൻ്റെ ഓരോ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകത്തിൽ എൻ്റെ പുസ്തകമുണ്ട് എന്നൊക്കെ നമ്മൾ കൂടുതൽ പറയുകയാണ്. അപ്പോൾ പഴയ കാലത്ത് നമ്മൾക്ക് എഴുത്തുകാരാണ് എന്നുള്ളത് നമ്മൾ അറിയാൻ വളരെ സമയമെടുത്തിരുന്നു. പക്ഷെ ഇന്ന് എഴുത്തുകാരനാണെന്ന് അറിയാൻ ഒരു ദിവസം, ഒരു മിനിറ്റ് മതി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഇന്റേണൽ പ്രഷറിനെ, ഇപ്പം ഒരേ സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2 വർക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അയ്യോ ആ പുസ്തകം അത്രയും കൂടുതൽ വിറ്റുപോയി എന്ന് പറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇന്റേണൽ പ്രഷർ ഉണ്ടല്ലോ എഴുത്തുകാരെന്നുള്ള, അതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്കങ്ങനെ ഒരു പ്രഷർ ഇല്ല. കാരണം ഞാൻ ഇതിനെ അത്രയ്ക്ക് ഒരു വലിയ കാര്യമായിട്ട് ഇതിനെ കാണുന്നില്ല. പിന്നെ ഈ പറയുന്ന പബ്ലിസിറ്റി, മാർക്കറ്റിംഗ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. അന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന കാലത്ത് സോഷ്യൽ മീഡിയ, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലത്ത് അന്നത്തെ പോപ്പുലർ മീഡിയ, ടെലിവിഷനോ റേഡിയോയോ ഏതാണോ അത്, അതിലൊക്കെ അങ്ങനെ വർക്കുകളെ കുറിച്ച് അല്ല, അന്ന് സാഹിത്യ പരിപാടികളുണ്ടല്ലോ, റേഡിയോയിലെ സാഹിത്യ പരിപാടികൾ, സാഹിത്യരംഗം. ടെലിവിഷൻ വന്നപ്പോൾ ആദ്യകാലത്തെ ടെലിവിഷനിലുണ്ടായിരുന്ന ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തക വായനശാല പോലുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ കാലത്തും അതത് കാലത്തെ മീഡിയത്തെ ഉപയോഗിച്ചുകൊണ്ട് എഴുത്തുകാർ നിന്നിട്ടുണ്ട്. ഇന്ന് ശരിയാണ്, സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരാളില്ലെങ്കിൽ അയാൾ മരിച്ചുപോയി എന്നുള്ള ആണ് സത്യം, അത്രത്തോളം ഉണ്ട്. പക്ഷെ ഞാനതിൻ്റെ ഒരു പ്രഷറായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ആർത്തികളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പണിയെടുക്കുക, അതിൻ്റെ റിസൾട്ട് വായിക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പം എൻ്റെ ജോലി നന്നായിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. അതായത് എൻ്റെ എഴുത്ത് നന്നാക്കണമെങ്കിൽ ഞാൻ കൂടുതൽ വായിക്കണം. ഞാൻ സോഷ്യൽ മീഡിയ തലകുത്തി കിടന്നാൽ എനിക്ക് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വളരെ ലിമിറ്റഡായ ബന്ധങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ ഈ പ്രചാരണാർത്ഥമുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ള സമയത്ത് പരമാവധി വായിക്കുകയോ യാത്ര ചെയ്യുകയോ അങ്ങനെ നമ്മുടെ എഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് എഴുത്തിനെ ഏറ്റവും നന്നാക്കാൻ നോക്കും. ഇപ്പോൾ വഴിച്ചെണ്ണ ഞാൻ 6-7 കൊല്ലം എടുത്തിട്ടാണ് എഴുതി തീർത്തത്. എൻ്റെ 9 ഡ്രാഫ്റ്റ് ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ 1500 പേജുകളുണ്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അപ്പോൾ അത്രയും പേജ് വരുന്ന ഒരു കണ്ടൻറ്റ് 8-9 തവണ വീണ്ടും വായിച്ച് പൊളിച്ചെഴുതി, പല ഭാഗങ്ങൾ മാറ്റി എഴുതി, കൂട്ടിച്ചേർത്ത് ചിലത് ഒഴിവാക്കി അതിനൊരു ഫോം ആക്കിയെടുക്കാൻ 6-7 കൊല്ലം ഞാൻ എഫർട്ട് എടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 6-7 കൊല്ലവും ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പോകുന്നില്ല. കാരണം ആ 6-7 കൊല്ലം കൊണ്ട് ഞാൻ ചെയ്ത ജോലി നന്നായിട്ടുണ്ടെങ്കിൽ അത് ആ പുസ്തകം തന്നെ സംസാരിച്ചോളൂ. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ ഞാനും ഇതൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഏതാനും മിനിറ്റുകളോ ഏതാനും ചുരുങ്ങിയ മണിക്കൂറുകളോ മാത്രമേ അതിന് വേണ്ടിയിട്ട് മാറ്റുന്നുള്ളൂ. അതല്ലാതെയുള്ള ഒരു പ്രഷർ ഞാൻ എടുക്കുന്നേ ഇല്ല ഈ കാര്യത്തിൽ. പക്ഷേ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇന്നത്തെ കാലത്ത് മീഡിയയാണ്, ആ മീഡിയ നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. ഇത്രയും നേരം റേഡിയോ സീനൊപ്പം സംസാരിച്ച കൃതികളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും സംസാരിച്ച സുസ്മേഷ് ചന്ദ്രത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ പേരിലും റേഡിയോ സീൻ്റെ പേരിലും നന്ദി പറയും.
ഇപ്പോൾ നമ്മൾ കേട്ടത് സുസ്മേഷ് ചന്ദ്രത്തുമായി ശ്രീകലാ മുല്ലശ്ശേരി നടത്തിയ സംഭാഷണം.